ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ ധനു രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനു രാശി എന്ന് പറയുമ്പോൾ തന്നെ ധനുക്കൂറ്, അതായത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേരുന്ന ധനു കൂറുകാർക്ക് രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രനും ചൊവ്വയും, 2-ൽ ബുധൻ, സൂര്യൻ, 3-ൽ ശനി, 4-ൽ രാഹു, 5-ൽ വ്യാഴം, 10-ൽ കേതു, ഇതാണ് ഇവർക്കുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയുന്നത്. പൊതുവെ ആരോഗ്യപരമായിട്ട് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. ആരോഗ്യ പുഷ്ടി വരുവാനുള്ള സാധ്യത, ഇഷ്ടഭക്ഷണങ്ങൾ കിട്ടുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ മനസ്സിന് സുഖകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത, സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യ അഭിവൃദ്ധിയും സന്താനങ്ങളെ കൊണ്ടുള്ള മേൽക്കൈമ കൊണ്ടും അവരുടെ ഉയർച്ചയിൽ സമാധാനപ്പെട്ടിരിക്കുന്നത് കാരണം കൊണ്ടും അതിനുള്ള സമാധാനങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പൂർവ്വപുണ്യ കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം മനസ്സിന് സമാധാനം കിട്ടുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാൻ പറ്റിയ സമയമാണ്. ഭവന നിർമ്മാണം കഴിഞ്ഞവർക്കെല്ലാം ഗൃഹപ്രവേശത്തിന് സാധ്യതയുണ്ട്. ഭവനം പാതി വഴി വെച്ച് നിർത്തിയിരിക്കുന്നവർക്കെല്ലാം തുടങ്ങുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ ബന്ധു സമൂഹവുമായിട്ട് നല്ല സൗഹൃദം സംഭവിക്കുവാനും ഭാര്യ വീട്ടുകാരായിട്ട് നല്ല സൗഹൃദത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യതയും, അതുപോലെ പ്രണയിക്കുന്നവർക്കെല്ലാം അത് വിവാഹത്തിൽ വന്ന് കലാശിക്കുവാനുള്ള സാധ്യതയും, ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളതും സ്റ്റീൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണാധിക്യപരമായിട്ടുള്ളൊരു സമയമാണ്. ആത്മധൈര്യം നല്ലപോലെ ഉണ്ടാവും, ആരോഗ്യം നല്ലപോലെ ഉണ്ടാവും. അതുപോലെ ധൈര്യസമേതം എല്ലാറ്റിനും ഇറങ്ങിത്തിരിക്കും. ബിസിനസ് കാര്യത്തിലായാലും അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യം നടക്കുന്ന കാര്യത്തിലായാലും ധൈര്യത്തോടും. റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സംബന്ധമായിട്ടുള്ള അവർക്കെല്ലാം മേൽക്കൈമ വന്ന് ചേരുവാനുള്ള സാധ്യതയും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്നു വരുവാനുള്ള സാധ്യതയും ദൂരദേശ യാത്ര കൊണ്ട് ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യതയിൽ പോകാനുള്ള സാധ്യതയും വളരെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം, ആഡംബര ഭവനം, ആഡംബര വാഹനം എന്നിവയ്ക്കെല്ലാം യോഗങ്ങൾ കാണുന്നുണ്ട്. കുറേ കാലമായി ആഗ്രഹിച്ചിരിക്കുന്നവർക്കെല്ലാം പുതിയ വാഹനം വാങ്ങിക്കുവാനായിട്ട്, അതായത് 4 ഇരുചക്ര വാഹനമല്ലാതെ 4 ചക്ര വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള ആലോചനകളെല്ലാം ഉണ്ടെങ്കിൽ അത് വളരെ സമൂഹമായിട്ട് മാറ്റിയെടുക്കും. സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ഗുണാധിക്യങ്ങളും പ്രൊഡ്യൂസർമാർക്കെല്ലാം വൻകിട നേട്ടങ്ങളും, പുതുമുഖ സംവിധായകന്മാരെല്ലാം കടന്നുകയറ്റം, പുതിയ മ്യൂസിക് സംബന്ധമായിട്ട് സംഗീത സംവിധായകന്മാരുടെ കടന്നുകയറ്റങ്ങളും പുതുമുഖങ്ങൾക്കെല്ലാം ചാൻസ് വരുവാനുള്ള സാധ്യതയും, ഗവൺമെൻറ് മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം അംഗീകാരങ്ങളും അഭിവൃദ്ധിയും സ്ഥാനമാന പദവികൾ തേടി വരുവാനുള്ള സാധ്യതയും എല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമാണ്. വിദേശത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയിട്ട് ജോലി ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശത്തിൽ നിന്നും വേറൊരു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തൊഴിലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ പണം മുടക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ അതിന് തുനിഞ്ഞിറങ്ങാവുന്ന ഒരു സമയം തന്നെയാണ്. പണം നഷ്ടപ്പെടുകയില്ല, അത് തീർച്ചയായും ജോലി കിട്ടും എന്നൊക്കെ തന്നെ പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ സമയം അനുകൂലപരമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്. അതുപോലെ ഭവന നിർമ്മാണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ പുതിയതായിട്ട് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കാര്യങ്ങൾ കൈകൂടി വരും എന്നാണ് പറയുന്നത്. 4-ാം ഭാവത്തിൽ അവരുടെ രാശിപ്രകാരം, അതായത് ധനുരാശിപ്രകാരം 4-ാം ഭാവത്തിൽ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ നാഗത്തിങ്കിൽ ഒരു 100 പാൽ, ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നാഗത്തിങ്കിൽ 100 പാലും നടത്തി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം നന്നായിട്ട് വരുന്നുണ്ട്. 3-ാം ഭാവത്തിൽ ശനി അനുകൂലപരമായി നിൽക്കുന്നതും വളരെ അനുകൂലപരമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻകിട നേട്ടങ്ങൾ വന്നു ചേരുവാനും സ്ഥാനമാന പദവികൾ കിട്ടുവാനുള്ള സാധ്യതയും അവർ ഊഹിച്ചിരിക്കുന്നമായിട്ടുള്ള കാര്യങ്ങളിൽ നീക്കുപോക്കുകൾക്ക് സാധ്യതയും, അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രമോഷൻ
ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവരവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്താനുള്ള സാധ്യത, അതുപോലെ മെഡിക്കൽ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന അവർക്ക്, മെഡിക്കൽ സംബന്ധമായിട്ട് പറഞ്ഞ എല്ലാ മെഡിക്കൽ മേഖലയിൽ പഠിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള സാധ്യതയാണ്. അതിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യത. ഗവേഷണ സംബന്ധമായിട്ടുള്ള മേഖലയിലും ശാസ്ത്ര സംബന്ധമായിട്ടുള്ള മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള മേന്മകൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ അംഗീകാരം കിട്ടുവാനുള്ള സാധ്യതകളും, മേലധികാരികളുടെ അനുമോദനത്തിനും അതുപോലെ തന്നെ അംഗീകാരത്തിനും വില കൽപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് പറയുന്നത്. സേനാധിപത്യം വഹിക്കുന്ന തൊഴിൽ ചെയ്യുന്നവർക്കും നിർമ്മാണ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും വൻകിട നേട്ടങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യം പൊതുവെ ക്ലിയറായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ പുതിയ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ പുതിയ സ്നേഹിതന്മാർ തമ്മിൽ കണ്ടുമുട്ടുന്നത് മൂലം അവരിൽ നിന്നും പുതിയ ബിസിനസ് തന്ത്രങ്ങൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള സാധ്യതയും എല്ലാം കണ്ട് ബിസിനസ്സിന് പറ്റിയൊരു സമയമാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തുടങ്ങി വയ്ക്കാൻ പറ്റിയ ഒരു സമയമാണ് എന്നുള്ളതാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ധനുരാശിക്കാർക്ക് പൊതുവെ അനുകൂലപരമായിട്ടൊരു മാസം തന്നെയാണ് ഫെബ്രുവരി മാസം എന്നാണ് പറയുന്നത്. വ്യയാധിക്യം, അതായത് പാഴ്ചെലവുകൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് സ്വയം നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിതൃക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത് ഗുണപരമായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ദൂരദേശത്തിലേക്കുള്ള യാത്ര കൊണ്ട് ഗുണങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കമ്പ്യൂട്ടർ മേഖല, അതുപോലെ തന്നെ IT മേഖല, സയൻസ് സംബന്ധമായിട്ടുള്ള വിഭാഗങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ ജോലിക്ക് വേണ്ടി പുറപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം അത് അനുകൂലപരമായിട്ട് അനുഭവത്തിൽ വന്ന് ചേരും എന്ന് തന്നെയാണ് പറയുന്നത്. പുതിയ മേഖലകൾ തേടി പോകുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ വാഹനം സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വർണ്ണാഭരണ സംബന്ധമായിട്ടുള്ള മേഖലയിൽ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള, അതായത് ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള മെക്കാനിക്കലാണെങ്കിലും അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മോട്ടോർ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന മെക്കാനിക്കൽ സംബന്ധമാണെങ്കിലും അതെല്ലാം ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരുവാനും മാറ്റങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫെബ്രുവരി 20-ാം തീയതിക്ക് ശേഷം ഇവർക്ക് അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനത്തിന് സാധ്യത കാണുന്നുണ്ട്. കിട്ടാനുള്ള ധനങ്ങളോ അല്ലെങ്കിൽ ഭാഗ്യ സംബന്ധമായിട്ടുള്ള ധനങ്ങളോ കിട്ടുവാനുള്ള സാധ്യതകൾ പെട്ടെന്ന് വരുവാനുള്ള സാധ്യതയും, അപ്രതീക്ഷിതപരമായിട്ട് പെട്ടെന്നായിരിക്കും ചില നിമിത്തങ്ങൾ മൂലം പെട്ടെന്നൊരു കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത. അതായത് നമ്മളിപ്പോൾ ഒരു യാത്ര തിരിക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അത് ഇന്ന സമയത്ത് പോകാമെന്ന് പറയുന്ന സമയത്ത് അതിനെക്കാട്ടി പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ പോയി നമുക്ക് പോകാം എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളെല്ലാം ഫെബ്രുവരി 20-ാം തീയതിക്ക് ശേഷം തീർച്ചയായിട്ടും ഇവർ കാണുന്നുണ്ട് എന്നാണ് പറയാം. എന്നിരുന്നാലും നക്ഷത്രവശാലുള്ള പരിഹാരങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, മൂല നക്ഷത്രക്കാർക്ക് ഗണപതി ഹോമമോ അല്ലെങ്കിൽ കറുകമാല ചാർത്തുകയോ നാളികേര പൂജ നടത്തുക. മൂല നക്ഷത്രക്കാർക്ക് പൂരാട നക്ഷത്രക്കാർക്കാണെങ്കിൽ ലക്ഷ്മി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാർച്ചന നടത്തുക, അല്ലെങ്കിൽ സഹസ്രനാമ അർച്ചന നടത്തുക എന്നിവയെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഗുണാത്മകമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് ശിവനിങ്കൽ വഴിപാട് നടത്തുക, കൂവളമാല ചാർത്തുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക, ഭാഗ്യസൂക്തം നടത്തുക, ധാര നടത്തുക എന്നിവയെല്ലാം ചെയ്യുന്നത് വർഷം കുറച്ചുകൂടി ഗുണാത്മകരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത ഈ മാസത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയാം. നമസ്കാരം.